ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് ട്രൈസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലെനോവോ എന്ന് പറയുന്ന ബ്രാൻഡ് ലീജിയൻ സീരീസിൽ പുറത്തിറക്കിയ R27FC30 എന്ന് പറയുന്ന 27 ഇഞ്ച് ഗെയിമിംഗ് മോണിറ്ററിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ലെറ്റ്സ് അൺബോക്സ്. ഓക്കെ, ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 25 ഇഞ്ചാണ് മോണിറ്ററിൻ്റെ സൈസ് എന്നുണ്ട്. പിന്നെ കർവ്ഡ് മോണിറ്ററാണ്. പിന്നെ 250 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ 0.5 ms റെസ്പോൺസ് ടൈമും ഇതിന് നൽകിയിരിക്കുന്നു. പിന്നെ ഫുൾ HD ആണ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിലേക്ക് കിടക്കാം. മോണിറ്ററിൻ്റെ സ്റ്റാൻഡാണ്. ഇവിടെ മോണിറ്ററും ഇത് സ്റ്റാൻഡുമായി കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. പിന്നെ നമുക്കിവിടെ ഒരു പവർ കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂസ് ഒക്കെയാണ്. DP കേബിളും നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ വാറണ്ടി കാർഡും പിന്നെ യൂസർ മാനുവലുമാണ് നൽകിയിരിക്കുന്നത്. ഇതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതിൻ്റെ ലെനോവോയുടെ തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പുറകു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പവർ കൊടുക്കുന്ന ഒരു പോർട്ടും പിന്നെ ഇവിടെ 2 HDMI പോർട്ടും ഒരു DP പോർട്ടും ഓഡിയോ ജാക്കും കാണാം. ഈ ഭാഗത്തായിട്ട് സ്ക്രീനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്ന സ്വിച്ചസ് ആണ്. ഈ ഒരു സ്വിച്ച് ജോയ്സ്റ്റിക്ക് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. 250 ഹെഡ്സ് റിഫ്രഷ് റേറ്റും 0.5 ms റെസ്പോൺസ് ടൈമുമുള്ള ഈ മോണിറ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് 27 ഇഞ്ചാണ്. 27 ഇഞ്ച് കർവ്ഡ് ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ഈ മോണിറ്ററിന് HDR സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഗെയിമിംഗ് ഡീറ്റെയിലുകളെല്ലാം വളരെ മികച്ചതാണ്. മാത്രവുമല്ല വീഡിയോ ക്വാളിറ്റി ആകട്ടെ അതിഗംഭീരവും. മോണിറ്ററിൻ്റെ ഇരുവശങ്ങളിലായി 3 വോൾട്ടിൻ്റെ 2 സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെനോവോയുടെ നാച്ചുറൽ ബ്ലൂ ലൈറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദോഷകരമായ ബ്ലൂ ലൈറ്റ് നിറവ്യത്യാസമില്ലാതെ കുറയ്ക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ ഒരുപാട് സമയം ഗെയിം കളിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മൂവീസ് കാണുന്നത് കൊണ്ടോ കണ്ണിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ല. ആൻഡ് ഫൈനലി ഇതൊരു LTPS മോണിറ്ററാണ്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. L മീൻസ് ലിഫ്റ്റ്, അതായത് നിങ്ങൾക്ക് മോണിറ്ററിനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് മേലേക്കും താഴേക്കും ഒക്കെ ലിഫ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് T മീൻസ് ടിൽറ്റബിൾ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മോണിറ്ററിനെ ചരിക്കാനും നിവർത്താനും. ഓക്കെ, അടുത്ത് P മീൻസ് പിവോട്ട്, അതായത് മോണിറ്ററിനെ നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ കറക്കാവുന്നതാണ്. കണ്ടില്ലേ? ഇനി ലാസ്റ്റ് വൺ സിവൽ. സിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററിനെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ? മൊത്തത്തിൽ എന്താ അല്ലേ മോണിറ്റർ, വേറെ ലെവൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ് ഓഫ്.